കാണുന്നത്. അപ്പോൾ നമ്മുടെ രാമേശ്വരം വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ ബലിതർപ്പണം നടത്തുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാനും മാഷും ബലി ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് ബലി ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറാമാൻമാരും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗങ്ങളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ബലി ഇടൽ കഴിഞ്ഞ് നമ്മൾ തീർത്ഥക്കുളത്തിൽ 22 തീർത്ഥക്കുളത്തിൽ കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് വീണ്ടും ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം നമ്മൾ അമ്പലത്തിനുള്ളിലേക്ക് കയറി വീണ്ടും തൊഴിലൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഏകദേശം ഒരു 12 മണിയായപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ് കേട്ടോ. അപ്പം നമ്മുടെ കൂടെ ഒരു എന്താ പറയുക, മധുരയിലേക്ക് പോകാൻ വേണ്ടി ഒരു ആൻറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൻറ്റിക്ക് ഒട്ടും വയ്യാത്തൊരവസ്ഥ. അപ്പം മാഷി ഇങ്ങനെ, എനിക്കാണ് ഹിന്ദി പറയാൻ അറിയില്ലല്ലോ, മാഷി ഹിന്ദി അറിയാം. മാഷി അവരോട് ഹിന്ദി പറഞ്ഞിട്ട് ആൻറ്റിയോട് ഹിന്ദിയൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ കയറിയിട്ടുള്ള ഓട്ടോയിൽ ഈ ആൻറ്റി കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓട്ടോ ചേട്ടൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ കൂടെ ഒന്ന് ട്രെയിനിൽ കയറ്റി. അപ്പം നമ്മൾ വരുന്ന ട്രെയിനിൽ തന്നെ, അത് നേരെ മധുര പഴനി അങ്ങോട്ടൊക്കെ പോകുന്ന ട്രെയിൻ തന്നെ, തിരിച്ച് റിട്ടേൺ പോകുമ്പോൾ അവിടെ തന്നെയാണ് കവർ ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ ആ ആൻറ്റി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നടക്കാനൊട്ടും വയ്യ. അപ്പം മാഷാണ് അവരുടെ ട്രോളി ബാഗൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാനും വരുന്നുണ്ട്. പക്ഷേ ആ ആൻറ്റി എന്നോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഹിന്ദി അറിയാൻ പാടില്ലാത്തതുകൊണ്ടും എൻ്റെ ഭാഷ ആൻറ്റിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടും നമ്മൾ എന്താ പറയുക, മൗനം വിദ്വാനും ഭൂഷണം എന്ന് പറഞ്ഞ പോലെ മൗനം ഭജിച്ചുകൊണ്ട് ഞാനിങ്ങനെ നടന്നു കേട്ടോ. നമ്മൾ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം മാഷി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോഴും ആ ആൻറ്റിക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ മാഷി തന്നെ കേട്ടോ ടിക്കറ്റ് എടുത്ത് കൊടുത്തു. കാരണം ആൻറ്റിക്ക് ആർത്രൈറ്റീസിൻ്റെ പ്രശ്നം കാരണം കൊണ്ട് ഒട്ടും വയ്യ പറഞ്ഞു കേട്ടോ. ഇടുപ്പ് വേദനയും കാലുവേദനയൊക്കെ, കാലിലൊക്കെ നീര് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും അത് മധുരയ്ക്ക് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കൂടെ തന്നെ ട്രെയിനിൽ കയറിയിട്ട് ചായയൊക്കെ മാഷി വാങ്ങിച്ചൊക്കെ കൊടുത്തു. അങ്ങനെ പിന്നെ നമ്മളെ പാമ്പൻ പാലമൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ട്രെയിനിൽ അത്ര വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം രാമേശ്വരത്തു നിന്ന് തന്നെയാണ് ആ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും തിരിച്ച് വരുന്നവരൊക്കെ ഈ പഴനി മധുരയ്ക്കൊക്കെ പോകുന്നവർ തന്നെയാണ് ആ ട്രെയിനിലുള്ളത് കേട്ടോ. പിന്നെ രാമേശ്വരം വന്ന് തൊഴിലും പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്നവരും അതിനകത്തുണ്ട് കേട്ടോ. ഈ രാമേശ്വരത്തേക്ക് വന്നിട്ട് വീണ്ടും പഴനിക്കും മധുരയ്ക്കും പോകുന്നവർ തന്നെയാണ് അങ്ങോട്ടുള്ളത്. അപ്പോൾ വരുമ്പോഴും അങ്ങനെ തന്നെ അവിടേക്ക് ഈ 3 സ്ഥലത്തേക്കും വരുന്നവരാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ പാമ്പൻ പാലമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ട് ഒരു 10 മണിയാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ട്രെയിനിലിരിക്കുകയാണ്. വൈകുന്നേരത്തെ ആ സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് പക്ഷേ ഇരുന്ന് ചടച്ച് പോയിട്ട്, ഒരുപാട് ഇരുന്നതല്ലേ, ചടച്ച് പോയിട്ട് 2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് അപ്പം നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ, രാമേശ്വരം വ്ളോഗ്. അപ്പോൾ ഇഷ്ടമാണ്.